ഹലോ, അരിത്തമെറ്റിക് സീക്വൻസസിന്റെ 5ാമത്തെ പാർട്ട് നോക്കാം. അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഈ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്കാണ്. എന്താണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക്? അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ്. നമ്മള് ഫസ്റ്റത്തെ 4 പാർട്ടിലായിട്ട് നമ്മുടെ ബേസ്, എന്താണ് സീക്വൻസ്, എന്താണ് ശ്രേണി എന്ന് നോക്കി. ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ സീക്വൻസ് വെച്ചിട്ട് നോക്കി. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം ആ സീക്വൻസ് എന്താണെന്ന് കണ്ട് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി എന്ന് പറയുന്നത് അതൊരു സീക്വൻസ് തന്നെയാണ്, അതൊരു ശ്രേണി തന്നെയാണ്, പ്രശ്നമില്ല. എങ്ങനെയുള്ള ശ്രേണി എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഷ്ടമുള്ള നമ്പർ എടുക്കുവാണേ. എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു നമ്പർ ആദ്യം എടുക്കുവാണേ. 1 തന്നെ എടുക്കാം. ഞാനൊരു നമ്പർ എടുത്ത് 1. ഇതിൻ്റെ കൂടെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു നമ്പർ ആഡ് ചെയ്യുക. ഇഷ്ടമുള്ള നമ്പർ, ഏത് നമ്പർ വേണമല്ലോ ആയിക്കോട്ടെ, ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ 3 എടുക്കുവാണ്. 1ൻ്റെ കൂടെ ഞാൻ 3 ആഡ് ചെയ്യുവാണ്. 1ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുവാണ്. 1 + 3 4. ഓക്കെ. വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്? ഈ 3 തന്നെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. വീണ്ടും ഞാൻ ഈ 3 തന്നെ ആഡ് ചെയ്യുവാണ്. +3. 4 + 3 ചെയ്യുമ്പോൾ അടുത്ത് എനിക്ക് എന്ത് കിട്ടൂടാ? 7 കിട്ടും. വീണ്ടും 3 ആഡ് ചെയ്യണം. 7 + 3 ചെയ്യുമ്പോൾ 10 കിട്ടും. വീണ്ടും 3 ആഡ് ചെയ്ത് കൊടുക്കുക. 10 + 3 ചെയ്യുമ്പോൾ 13 കിട്ടും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ പ്രത്യേകത ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നമ്മൾ ചെയ്തത്? ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ എടുത്ത് 1 എടുത്ത് 1ൻ്റെ കൂടെ ഞാൻ 3 ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ 4 കിട്ടി. 4ൻ്റെ കൂടെ ഞാൻ വീണ്ടും 3 തന്നെയാണ് ആഡ് ചെയ്തത്. അപ്പൊ എനിക്ക് 7 കിട്ടി. 7ൻ്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്തു, 10 കിട്ടി. അങ്ങനെ ഞാൻ 3 ആഡ് ചെയ്ത് കൊടുത്തല്ലേ? സെയിം നമ്പർ ആണ്. 3 എല്ലായിടത്തും ഞാൻ 3 തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ എനിക്കിവിടെ ഒരു സീക്വൻസ് കിട്ടി, ഒരു ശ്രേണി കിട്ടിയില്ലേ? നോക്കിയേ, എനിക്കിവിടെ കിട്ടിയ ശ്രേണി 1, 4, 7, 10, 13, എക്സെട്ര. എനിക്കിവിടെ ഒരു ശ്രേണി കിട്ടി. ഒരു സെയിം നമ്പർ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്കൊരു ശ്രേണി കിട്ടി. ഈ ശ്രേണിയാണ്, ഈ സെയിം നമ്പർ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കിട്ടുന്ന ഈ ശ്രേണിയെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഇതൊരു സമാന്തര ശ്രേണിയാണ്. ക്ലിയർ അല്ലേ? ഇതിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. സെയിം നമ്പർ ആയിരിക്കണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ വ്യത്യാസം വരുന്ന നമ്പർ ഒന്നും ആഡ് ചെയ്താൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആകില്ല. സെയിം നമ്പർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എടുക്കുവാണ്. 2 എടുക്കാം. 2ൻ്റെ കൂടെ ഞാൻ 2 തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകും. 2ൻ്റെ കൂടെ ഞാൻ 2 ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 4 കിട്ടും. വീണ്ടും 2 ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 6 വരും. വീണ്ടും 2 ആഡ് ചെയ്യാം, 8 വരും. വീണ്ടും 2 ആഡ് ചെയ്യാം, 10 വരും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നോക്കിയാൽ ഞാൻ ആദ്യം 2 എടുത്തു. എനിക്ക് ഇഷ്ടമുള്ള ഒരു നമ്പറാണ്. 2 എടുത്തു. പിന്നെ ഞാൻ നോക്കിക്കോണേ, ഇവിടെ സെയിം നമ്പർ അല്ലേ ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ആഡ് ചെയ്തു,
ഇവിടെയും എല്ലാം എന്താ 2 തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, സെയിം നമ്പറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ സീക്വൻസ് ഒന്ന് എഴുതിക്കേ. എനിക്ക് ഏതാ സീക്വൻസ് കിട്ടിയത് ഒന്ന് എഴുതാം നമുക്ക്. 2, 4, 6, 8, 10 എക്സെട്ര. എനിക്ക് കിട്ടിയ സീക്വൻസ് ആണിത്. ഇതെന്താണ്? ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇതെന്താണ്? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. സെയിം നമ്പർ ആണെങ്കിൽ എന്താ? അത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ളത്? ഇവിടെ നമ്മളൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. എല്ലാ അരിത്മെറ്റിക് സീക്വൻസും, എല്ലാ സമാന്തര ശ്രേണിയും എന്താണ്? ഒരു സീക്വൻസ് ആണ്, ഒരു ശ്രേണിയാണ്. എല്ലാ അരിത്മെറ്റിക് സീക്വൻസും ഒരു സീക്വൻസ് ആണ്. പക്ഷെ എല്ലാ സീക്വൻസും എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അരിത്മെറ്റിക് സീക്വൻസ് ആകണമെങ്കിൽ സെയിം നമ്പർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം നമ്പർ തന്നെ വേണമെന്നില്ല. സെയിം നമ്പർ ആണെങ്കിലും സീക്വൻസ് ആകും. പക്ഷെ എന്താ? അവിടെ ഒരു പാറ്റേൺ ഉണ്ടായാൽ മതി അല്ലേ? അതിനാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അരിത്മെറ്റിക് സീക്വൻസ് ആകണമെങ്കിൽ സെയിം നമ്പർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾക്ക് നോക്കാം. ഇവിടെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ സെയിം നമ്പറിൽ ഇവിടെ നമ്മൾ 2 ആഡ് ചെയ്ത് കൊടുത്ത്, എല്ലായിടത്തും 2 ആഡ് ചെയ്ത് കൊടുത്ത്, ഇവിടെ നമ്മൾ എല്ലായിടത്തും 3 ആഡ് ചെയ്ത് കൊടുത്ത്. ഈ സെയിം ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന നമ്പറിന് നമ്മളൊരു പേര് പറയും. എന്താണെന്നറിയാവാ? കോമൺ ഡിഫറൻസ്. നോക്കിക്കോണേ, കോമൺ ഡിഫറൻസ്. ഡിഫറൻസിനെ നമുക്ക് എന്താ ഷോർട്ട് ഫോം ആക്കി എഴുതാം, കോമൺ ഡിഫറൻസ്. ഓക്കെ, മലയാളത്തില് പൊതുവ്യത്യാസം. ഓക്കെ ആണോ? പൊതുവ്യത്യാസം. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഡി വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ സ്മോൾ ലെറ്റർ ഡി എവിടെ കണ്ടാലും ഓർക്കുക, ഇതെന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഇതെന്താണ്? പൊതുവ്യത്യാസമാണ്. സ്മോൾ ലെറ്റർ ഡി കണ്ടാൽ ഓർക്കുക, കോമൺ ഡിഫറൻസ് ആണ്, പൊതുവ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്ത് കാണും, ഇതിനെന്തിനാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇതിനെന്തിനാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്? നമ്മളിവിടെ ഇതിനെ ആഡ് ചെയ്തല്ലേ കൊടുക്കുന്ന. ഈ സെയിം നമ്പറിനെ നമ്മൾ ആഡ് ചെയ്തല്ലേ കൊടുക്കുന്നത്. പിന്നെ ഇതിനെന്തിനാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് അരിത്മെറ്റിക് സീക്വൻസ് എടുക്കാം. നമ്മുടെ ഫസ്റ്റ് അരിത്മെറ്റിക് സീക്വൻസ് ഒന്ന് നോക്കിക്കേ. രണ്ടാമത്തെ ടേമിൽ നിന്നും ഒന്നാമത്തെ ടേം നമുക്ക് കുറയ്ക്കാം. 4 മൈനസ് 1 എന്ത് കിട്ടൂടാ? 3 കിട്ടും. ഈ ഡിഫറൻസ് കിട്ടിയില്ലേ? 3 കിട്ടി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം എടുത്തപ്പോൾ 3 കിട്ടി. അടുത്ത 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 7 മൈനസ് 4 അല്ലേ അത്? 7 മൈനസ് 4 എത്ര കിട്ടൂടാ? 3 കിട്ടും. അടുത്ത 2 ടേമിന്റെ ഡിഫറൻസ് എന്താണ്? 10 മൈനസ് 7. 10 നിന്നും 7 കുറയ്ക്കും അല്ലെ? 10 മൈനസ് 7 3 അടുത്ത 2 ടേമിന്റെ ഡിഫറൻസ് എന്ത് വരുടാ? 13 മൈനസ് 10 ഈക്വൽ ടു 3. ഇപ്പൊ ഡിഫറൻസ് ആയില്ലേ? ഇപ്പൊ വ്യത്യാസമായില്ലേ? നോക്കിയേ, അടുത്തടുത്തുള്ള 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തപ്പോ നമുക്ക് നമ്മൾ ഈ ആഡ് ചെയ്ത് കൊടുത്ത സെയിം നമ്പർ കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആകണമെങ്കിൽ സെയിം നമ്പർ ആയിരിക്കണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആഡ് ചെയ്ത് കൊടുക്കുന്ന സെയിം നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആകണമെങ്കിൽ അതിനെന്താ? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം, ഒരു പൊതുവ്യത്യാസം ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? ഡി ഈക്വൽ ടു 3 ആണ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ അരിത്മെറ്റിക് സീക്വൻസ് നോക്കിക്കേ. 4 മൈനസ് 2 ചെയ്താൽ 2 വരും. 6 മൈനസ് 4 ചെയ്താൽ എന്ത് കിട്ടൂടാ? അതും 2 കിട്ടും. 8 മൈനസ് 2 ചെയ്താൽ അതും 2 തന്നെയാണ്. സെയിം നമ്പർ തന്നെ കിട്ടി അല്ലേ? അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? ഡി ഈക്വൽ ടു 2.
അപ്പൊ നമുക്ക് കുറച്ച് സീക്വൻസ് തന്നിട്ട് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കണം, ഒരു സെയിം നമ്പർ ഉണ്ടോ എന്ന് നോക്കണം. അതുണ്ടെങ്കിൽ എന്താ, അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും, അതൊരു സമാന്തര ശ്രേണി ആയിരിക്കും. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. 1 3 5 7 നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു സെയിം നമ്പർ ഉണ്ടാവുന്ന നോക്കിയാൽ പോരെ. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് നോക്കാം. 3 - 1 = 2. ഇവിടുത്തെ വ്യത്യാസം എന്ത് വരും? 5 - 3 = 2 ആണ്. ഇവിടുത്തെ ഡിഫറൻസോ 7 - 5 = 2. നോക്കിയടാ, സെയിം നമ്പർ അല്ലേ? ഇവിടെയും 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 എന്താ, സെയിം നമ്പർ ആണല്ലേ കിട്ടിയത്, 2 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്താ പറയാടാ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ, ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? ഇവിടുത്തെ പൊതുവ്യത്യാസം എന്താണ്? d = 2. കോമൺ ഡിഫറൻസ് 2 ആണ്. അടുത്തത് 2 4 8 16. ഇവിടുത്തെ ഡിഫറൻസ് നോക്കാം. 4 - 2 = 2. ഇവിടുത്തെ ഡിഫറൻസ് 8 - 4 = 4. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലല്ലേ, ഇതൊരു സമാന്തര ശ്രേണിയല്ല. കാരണം എന്താ, സെയിം നമ്പർ അല്ല. ഇവിടെ 2 കിട്ടി, ഇവിടെ ആയപ്പോ എന്താടാ 4 ആയി. എന്നാ ഇവിടുത്തെ ഡിഫറൻസ് ഇവിടെ നോക്കിയേക്കാം. 16 - 8 = 8 ആണ്. ഇവിടെയും നമ്പർ മാറി, ഇവിടെ ആയപ്പോഴെന്താ 8 ആയി. സെയിം നമ്പർ അല്ല ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. ആദ്യം 2 ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ 4 ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, പിന്നെ 8 ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സെയിം നമ്പർ അല്ല. ഇവിടെ എന്താണ്, ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ല, പൊതുവ്യത്യാസം ഇല്ല. കോമൺ ഡിഫറൻസ് 0 എന്നൊന്നും പറയല്ലേ കേട്ടാ, കോമൺ ഡിഫറൻസ് ഇല്ല. അത് ഇവിടെ എന്താ, പൊതുവ്യത്യാസം ഇല്ല. കാരണം എന്താണ്, സെയിം നമ്പർ അല്ല ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതെന്താണ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ അല്ലേ? ഇവിടെ എന്താണ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതെന്താണ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, കാരണം കോമൺ ഡിഫറൻസ് ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് 1 6 11 16 21 etc. ആദ്യത്തെ 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. 6 - 1 = 5. ഇവിടുത്തെ ഡിഫറൻസ് നോക്കാം. 11 - 6 = 5 അല്ലേ? അടുത്തത് 16 - 11 = അതും 5 ആണ്. ലാസ്റ്റത്തെ നോക്കാം. 21 - 16 = അതും എത്രയാടാ, 5 അല്ലേ? അതും 5 തന്നെയാണ് വരുന്നത്. അപ്പൊ സെയിം നമ്പർ ആണ് ഇവിടെ ആഡ് ചെയ്ത് പോയിരിക്കുന്നത് അല്ലേ, 5 തന്നെയാണ് എല്ലായിടത്തും ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം കോമൺ ഡിഫറൻസ് അല്ലേ ഇത്, d = 5. കോമൺ ഡിഫറൻസ് എത്രയാടാ, 5 ആണ്. അതുകൊണ്ട് ഇതെന്താണ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഇതൊരു സമാന്തര ശ്രേണിയാണ്. അടുത്തത് 1 4 9 16 etc. ഇവിടുത്തെ ഡിഫറൻസ് എടുത്തേ. 4 - 1 = 3. ഇവിടുത്തെ ഡിഫറൻസ് 9 - 4 = എത്രയാടാ, 5. ഇവിടെയും കളി മാറി അല്ലേ, ഇവിടെയും സെയിം നമ്പർ അല്ലല്ലോ. ഇവിടെ 3 ആണ്, ഇവിടെ 5 ആണ്. ഡിഫറന്റ് നമ്പർ അല്ലേ, സെയിം നമ്പർ അല്ല. അപ്പൊ എന്ത് പറയാടാ, ഇവിടെ ഇതിന് കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, ഇത് സമാന്തര ശ്രേണി അല്ല. ക്ലിയർ അല്ലേ? എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളത് ക്ലിയർ അല്ലേ? എന്താണ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്നുള്ളത് ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഒരു സമാന്തര ശ്രേണി ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്.